ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് താഴത്തെ ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ വേണം എന്നുള്ളത്. അങ്ങനെ ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 4 ബെഡ്റൂമിന്റെ വീടുകളെ കിട്ടാറുള്ളൂ. കാരണം 2 ബെഡ്റൂം താഴെയും 2 മുകളിലും. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ വീട് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇതിന്റെ ബഡ്ജറ്റ് 55 ലക്ഷം രൂപയാണ്. 55 ലക്ഷം രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂമിന്റെ വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് തരാൻ പോകുന്നത്. അതിനകത്ത് 2 ബെഡ്റൂം നിങ്ങൾക്ക് താഴെ കിട്ടുന്നുണ്ട്, 1 ബെഡ്റൂം മാത്രമാണ് മുകളിൽ വരുന്നത്. നല്ലൊരു റേറ്റിലും നല്ലൊരു ഏരിയയിലും ഒക്കെയാണ് ഈ ഒരു വീട് വരുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 9.5 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 16ഉം എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു. 8ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. പള്ളിക്കരയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാം. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. നമുക്ക് വീടിന്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച നല്ല വീതിയുള്ള വഴിയാണ്. മതിലുള്ള ഡിസൈൻ കണ്ടു. നമുക്ക് ഇവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്യാനും കുറച്ചത് പെയിന്റിന്റെ ടച്ചിങ്സ് അങ്ങനെയുള്ള വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. മെയിൻ 2 പില്ലറുകളിൽ ലാമ്പ് വരുന്നുണ്ട്. ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം കൂടിയാണ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഭംഗിയായിട്ടും സിമ്പിൾ ആയ ഡിസൈനിലൊക്കെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളറാണ്. കുറച്ച് ഭാഗങ്ങളിൽ ബ്രൗൺ കളർ ഒരു പെയിന്റ് കൂടെ വരുന്നുണ്ട്. ആവശ്യത്തിന് നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഗേറ്റിന് കിട്ടുന്നത്. ഗേറ്റ് കടന്ന് നേരെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ വലിയ വിശാലമായൊരു മുറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റോൺസ് ആണ് പാകിയിരിക്കുന്നത്. അതിനിടയിൽ ഇനി നമുക്ക് ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടി ഉണ്ട്. വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ കാണുന്ന വലിയ മുറ്റത്ത് നമുക്ക് കിട്ടുന്നത്. വീട്ടിലേക്ക് കയറി നേരെ വരുമ്പോൾ തന്നെ നമുക്ക് വാഹനങ്ങൾ ഇടാനുള്ള ഒരു സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ നോക്കിയാൽ നമുക്ക് ബാക്ക് സൈഡ് ഒരു പോർഷൻ വരെ ഈ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കിയുള്ളിടത്തേക്കെല്ലാം വേറെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റിനും ഒക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെയും നല്ല സ്പേസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ല ആഴത്തിലുള്ള ഒരു വലിയ കിണറാണ്. അകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെങ്കല്ലാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയും നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പില്ലർ നോക്കിയാൽ കാണാം നല്ല വുഡൻ കളറിലുള്ള ഭംഗിയുള്ള ഒരു പെയിന്റ് ഒക്കെയാണ് പില്ലറിന് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നമുക്കൊരു നല്ല ഗ്രീൻ കളറിലുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ലൊരു ബ്ലാക്ക് ഡിസൈൻ ഒക്കെ വന്ന ഭംഗിയുള്ള അധികം നമ്മൾ കാണാത്തൊരു ടൈലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒറ്റപ്പാളിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ ആ ഒരു ഫേസിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ നോർത്ത് ഭാഗത്തേക്കാണ്, വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്രൗൺ ഡിസൈനും ബ്ലൂ കളറും ഒക്കെ വരുന്ന ഭംഗിയുള്ളൊരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് TV വെക്കാനുള്ള ആ ഒരു വോള് വരുന്നത്. അതിനകത്ത് നമുക്ക് പ്ലഗ് ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളും സ്വിച്ചസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിള് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ പോളിക്യാമിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടു. നമ്മളിത് നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ തട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്.
നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. 8 പേരെയോ മാക്സിമം പോയാൽ 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല വിഡ്ത്തും നല്ല ലെങ്ത്തും ഉള്ള ഏരിയ ആണ് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് പെയിന്റും കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ വൈറ്റ് കളർ ടൈല് തന്നെയാണ് സ്റ്റെപ്പിലേക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പെയിന്റിന്റെ ബക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. ആ ഏരിയയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. സിമ്പിൾ ആയിട്ടൊരു ഏരിയ ആണ് വാഷ് ബേസിൻ വെക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡുകൾ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കബോർഡ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓപ്പൺ ചെയ്യാം. ഇവിടെയൊക്കെ ആണെങ്കിലും ഭംഗിയുള്ള നല്ല ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ 3BHK വീടുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കിവിടെ 2 ബെഡ്റൂമുകൾ താഴെ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് 2 ബെഡ്റൂമുകൾ. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം തന്നെ ആദ്യം കാണാം. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ നീളം വന്നിട്ട് 13.5യും വീതി വന്നിട്ട് 10.5യുമാണ്. 13.5-10.5 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ കാണുന്ന ബോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് പ്രൊജക്ഷൻ വർക്കുകൾ വരുന്നുണ്ട്. കളർഫുൾ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ വാർഡ്രോബ് കണ്ടില്ല. ബിക്കോസ് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനായിട്ടാണ് ബിൽഡർ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ സമയത്ത് ഓരോരോ ട്രെൻഡുകളിലായിട്ടാണ് വാർഡ്രോബുകൾ കാര്യങ്ങളെല്ലാം മാറി മാറി വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 55 lakhsനകത്ത് വാർഡ്രോബുകൾ ചെയ്തു തരും. നിങ്ങളുടെ ഇഷ്ടത്തെ നല്ലൊരു മോഡൽ നോക്കി നമുക്കത് ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലും കുറച്ച് പ്രൊജക്ഷൻ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമുകളുടെ എല്ലാം ഡോറ് സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രേ ഷെയ്ഡിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് കിച്ചൺ കാണാം. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷെൽഫ് കിട്ടുന്നുണ്ട്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫ് യൂസ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന 3 അല്ലെങ്കിൽ 4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ഒരു ലെയറിലും താഴെ വേറൊരു ലെയറിലുമായിട്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് നല്ല വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം, എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ഡോർ ഉണ്ട്. അത് നേരെ പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കിണറൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഏരിയ തന്നെയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന വഴിയിലുള്ള ഒരു വലിയ വോൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പെർഗോള മോഡലിൽ ഓപ്പണിങ്സ് കൊടുത്തിട്ട് നല്ല ഡിസൈൻ ഉള്ള ഗ്ലാസ് ആണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. മുകളിലും എയർ ഹോൾ വരുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു ഹാളിലാണ്. ഇവിടെ നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആണ് കിട്ടുന്നത്. TV ഒക്കെ വെക്കാനായിട്ട് നല്ല വോളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം, കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ട് ഭംഗിയുള്ള കളറുള്ള പെയിന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ LED ബൾബുകളും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ഡോർ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. നമുക്ക് ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ബാൽക്കണിയുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് സൈഡ് എല്ലാം നോക്കിയാൽ കാണാം, ഹാൻഡ് റെയിൽസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്.
ബാക്കി വരുന്ന കംപ്ലീറ്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഓപ്പൺ ടെറസ് തന്നെയാണ്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് റെയിൽസ് വന്നിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു റൂം കൂടെ ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നിങ്ങൾ വരുമ്പോൾ കാണാം, ഇവിടെ എല്ലാം തന്നെ നല്ല സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ഏരിയ കിട്ടുന്നുണ്ട്. നമ്മുടെ ആ യൂട്ടിലിറ്റിയുടെ ഏരിയ ഒക്കെയാണ്. യൂട്ടിലിറ്റിയിൽ നിന്നും ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കാണാനുണ്ട്. ഇനി യൂട്ടിലിറ്റി ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ വഴി നേരെ പോയി നമുക്ക് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് എത്താം. രണ്ടും ഒരേ കണക്ഷൻ തന്നെയാണ് നമുക്ക് റൗണ്ട് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇവിടെ ആയിട്ടാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല വലിയ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13.5 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫില് ഭംഗിയുള്ള പെയിന്റിങ്സിലാണ് കുറച്ച് പ്രൊഡക്ഷൻ വർക്കുകൾ വരുന്നത്. അതിനകത്ത് ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. നമുക്കത് ബിൽഡറുമായിട്ട് സംസാരിച്ച് ഈ ഒരു റേറ്റിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേയും വോളിൽ വന്നിട്ട് വൈറ്റ് ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിൽ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇടപ്പള്ളി, കാക്കനാട്, ആലുവ ഏത് ഭാഗത്തേക്കും ഈസി ആയിട്ട് എത്താവുന്നതാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂം നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. നല്ല ലാൻഡ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1500 ആണ് വരുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫ്രണ്ടിലെ മുറ്റത്ത് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. കിണർ വെള്ളമുണ്ട്. അത് കൂടാതെ നമുക്ക് KWയുടെ വാട്ടർ കണക്ഷൻ എടുക്കാനുള്ള ഓപ്ഷനുകളെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള വാർഡ്രോബുകളെല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ബിൽഡറുമായി സംസാരിച്ച് ഈ ഒരു പ്രൈസിനകത്ത് നമുക്ക് വാർഡ്രോബുകളും കൂടെ അദ്ദേഹം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടിന്റെ പ്രൈസ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. 55 ലക്ഷം രൂപയാണ്. അത് ഏകദേശം ലാസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെ നമ്മളൊന്ന് കണക്ക് കൂട്ടണം. 55 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് കാര്യമായിട്ട് നെഗോഷ്യബിൾ അല്ല. കാരണം 5 സെന്റ് സ്ഥലവുമുണ്ട്. വളരെ സൗകര്യമുള്ള ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.